കടപ്ര ഏകതാ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തിൽ കാർഷിക വിപണി ആരംഭിച്ചു. വിപണിയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും സൈക്കിൾ മുക്ക് മണലേൽ ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ MLA നിർവഹിച്ചു. കമ്പനി ചെയർമാൻ ഹരികൃഷ്ണൻ പിള്ള അധ്യക്ഷനായിരുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് വിപണിയുടെ പ്രവർത്തനം. രാവിലെ 9:30 വിപണി ആരംഭിക്കും. കർഷകരുടെ നാടൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കെത്തിക്കാം. കർഷകരിൽ നിന്നും നേരിട്ട് ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിലൂടെ നാട്ടിലെ കർഷകരെ പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയും. പുതുമ, ഗുണമേന്മ, കർഷകർക്ക് ന്യായവില, ഇതാണ് കാർഷിക വിപണിയുടെ ലക്ഷ്യം. നവീകരിച്ച നാട്ടുപീടികയുടെ പ്രവർത്തനവും ആഴ്ചച്ചന്തയോടൊപ്പം ആരംഭിച്ചു. ഇന്ത്യയിലെ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വിളകൾക്കുള്ള വരുമാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും റിസ്ക് ഉള്ള ജോലികളിലൊന്നായി കൃഷി മാറി. അതിൽ നിന്നാണ് കോർപ്പറേറ്റ് ഫാമിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതായത് കൃത്യമായ മാനേജ്മെൻറ്റ് കൃഷി രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ആ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ രൂപീകരിക്കാനായിട്ട് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത്തരം എയ്ഡഡ്, അതായത് SFACയുടെ കീഴിലുള്ള ഒരു എയ്ഡഡ് സ്ഥാപനമാണ് ഈ പുളിക്കീഴ് ബ്ലോക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏകതാ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. നമ്മുടെ കർഷകരുടെ എല്ലാ തലങ്ങളിലും, അതായത് കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നിടം തൊട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെയുള്ള കാര്യത്തിൽ കമ്പനി ഇടപെടുന്നുണ്ട്. അങ്ങനെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു വിപണിയാണ് തിങ്കളാഴ്ച ചന്ത എന്നൊരു കൺസെപ്റ്റിൽ ഞങ്ങളിവിടെ സൈക്കിൾ മുക്കിന് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചെറുകിട കർഷകർക്ക് ഒരു വെള്ളരിക്ക ഉണ്ടെങ്കിൽ പോലും അവർക്ക് തിങ്കളാഴ്ച കൊണ്ടുവന്നാൽ അത് വിൽക്കാം. ഉടൻ പൈസ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് അത് പോകുന്നത്. ഇന്നലെ വളരെ സജീവമായ ഒരു വിപണിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വീട്ടമ്മമാർ കൊണ്ടുവന്ന അച്ചാറ്, പലഹാരങ്ങൾ ഉൾപ്പെടെ തൈകൾ, പിന്നെ കാർഷിക വിഭവങ്ങൾ, വെള്ളരിക്ക, പച്ചക്കറികൾ മുഴുവനും അവിടെ വിൽക്കാൻ സാധിച്ചു. തൈര്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഉൽപ്പന്നങ്ങൾ പോലും ഉണ്ടായിരുന്നു. നല്ല പ്രതികരണമാണ് അത് വാങ്ങാൻ വന്നവരിൽ നിന്ന്. കൂടുതൽ സജീവമാകുന്നുള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്.